ഇന്ന് നമ്മുടെ ദിലിനെക്കുട്ടി എന്തിനാ കരയുന്നതെന്നറിയാവോ? ബിരിയാണി കഴിക്കാൻ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറച്ചി മേടിച്ച് അടുപ്പത്താക്കി. അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. നമ്മൾ അടുപ്പിലാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. നല്ലൊരു ഉരുളിയെടുത്ത് അതിനകത്ത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ഉണക്കമുന്തിരിയും സവോളയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് പച്ചമുളക് അതിനുശേഷം നല്ലപോലെ വഴണ്ടതിന് ശേഷം ഇറച്ചി വെന്തു 4 വിസിലായി കേട്ടോ. അരമണിക്കൂറിന് മുന്നേ അരി കുതിർത്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കുന്നു. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മല്ലി, പുതിന ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മല്ലിയും പുതിനയും ഒക്കെ. അതിനുശേഷം നമ്മുടെ വെന്ത ഇറച്ചിയുടെ ഗ്രേവിയും ഇറച്ചിയും കൊണ്ട് തട്ടുക. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ചേർക്കണം കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. ഇതിനകത്ത് തന്നെ നല്ല കട്ട തൈരും ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് വെച്ചേക്കുന്ന സവോളയും ഇട്ട് പിന്നെ നമ്മുടെ രമ്പയില, ഇതാണ് മെയിൻ സാധനം. രമ്പയിലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് നെയ്യ് ഒഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇത് നല്ലപോലെ മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരമണിക്കൂറിന് മുന്നേ കുതിർത്ത് വെച്ച അരി അങ്ങോട്ടിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ നല്ലപോലെ ഇളക്കുക. അതിനുശേഷം അരിയുടെ ഇരട്ടി വെള്ളം ചേർത്ത് പിന്നെ ഇത്തിരി നാരങ്ങ നീരും ചേർത്ത് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞ് സെറ്റായിട്ടിരിക്കും. നമ്മുടെ മസാലയിനകത്തോട്ട് പുതിനയിലിട്ടു. നമ്മളുടെ ചോറ് സെറ്റായി, മസാലയും സെറ്റായി. ഇനി നമുക്ക് ദം ചെയ്യാം. ചോറെടുത്ത് തട്ടി പരിപ്പ്, ഉണക്കമുന്തിരി ഇതെല്ലാം ചേർത്ത് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കാം. ചോറെങ്ങനെ ദം ചെയ്യാൻ വെക്കുവാണേ. നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്, പായ് പിടിച്ചു. ഇന്നലെ ഇരുന്ന് കരഞ്ഞ ആളാണ് കേട്ടോ ഈ ബിരിയാണി കഴിക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.